ഹലോ മാഡം. ഹലോ. ആ ഇത് കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. ഉം, മാഡം CPO ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ്. ഉം. മാഡം നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിന് റിലിക്വിഷ്മെന്റ് അത് വാങ്ങിക്കുന്നതിന്റെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരുമോ? റിലിംഗ്വിഷ്മെന്റ് പുതിയ ലിസ്റ്റിലേക്കാ? പുതിയ ലിസ്റ്റിലേക്കല്ല, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവായി പോകാൻ വേണ്ടി. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ കറക്റ്റായിട്ട് അറിയില്ല, അതൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അതിൻ്റെ ഒരു ഫോം ഉണ്ട് PHD സൈറ്റിൽ, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ്സിന്, സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്സിന് റിലിംഗ്വിഷ്മെന്റ് ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്. ഓക്കെ. അത് ഫില്ല് ചെയ്ത് തരുന്നയാളുടെ ഫോട്ടോ ഒട്ടിച്ച് അതിൽ അവരുടെ ഒപ്പ് കാര്യങ്ങളെല്ലാം ഒരു ഗസ്റ്റ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം. ഓക്കെ. കൂടാതെ മുദ്ര പേപ്പറിൽ നോട്ടറിയുടെ അടുത്ത് നിന്നുള്ള ഒരു ഡിക്ലറേഷൻ കൂടെ വേണം. പിന്നെ ഈ തരുന്നയാളുടെ ID പ്രൂഫ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോപ്പി. ഓക്കെ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുദ്രപത്രമൊക്കെ ഏതിന്റെ, അങ്ങനെ ഏത് വിലയുടെയാണ് വേണ്ടത്? അതിനങ്ങനെ ഒരു ഇത്ര എമൗണ്ട് എന്ന് പറയുന്നില്ല. എന്നാലും 20 രൂപയ്ക്ക് മേളിലേക്കുള്ളതാവാൻ തോന്നുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ 100 ആണെങ്കിലും 200 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതാണേലും കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് അത്ര എമൗണ്ടിന്റെ ഒന്നും കണ്ടിട്ടില്ല. 100 രൂപ വരെയുള്ളതൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനൊരു പ്രത്യേക എമൗണ്ട് പറയുന്നില്ല. ശരി ശരി ശരി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് വാങ്ങിച്ചതിന് ശേഷം ഒന്നുകിൽ ദിവസം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തപാൽ വഴി അയച്ചു തരികയോ അല്ലെങ്കിൽ നേരിട്ട് ഓഫീസിൽ എത്തിക്കുകയോ ചെയ്യാം. ഓക്കെ. നമ്മുടെ ഹെഡ് ഓഫീസിന്റെ അഡ്രസ്സിൽ നമ്മൾ അയച്ചാൽ മതിയോ? അപ്പോൾ ഇത് ഹെഡ് ഓഫീസിലല്ല, ഏത് ലിസ്റ്റിൽ നിന്നാണോ നിങ്ങൾ റിലിംഗ്വിഷ്മെന്റ് ചോദിച്ചിരിക്കുന്നത്, ഏത് ജില്ലയിലെ ലിസ്റ്റിലാണോ ആ ജില്ലയ്ക്ക് വേണം അയച്ചു കൊടുക്കാം. ആ ജില്ലയിലെ PSC ഓഫീസിന്റെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കാം. അതെ അതെ. ഇതിൽ നമ്മൾ മുദ്രപത്രം എത്രേൻ്റെ വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് 50 രൂപ തൊട്ടുള്ള മുദ്രപത്രം മതി. 50 രൂപയുടെയാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് അതിൽ ബാക്ക് സൈഡിലായിട്ട്, ആ ഒരു മുദ്രപത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതിയതിന് ശേഷമുള്ള അവിടെ സ്റ്റാമ്പ് ഒട്ടിക്കുന്നത്, അതൊക്കെ നോട്ടറിയുടെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിച്ചാൽ മതി. അപ്പം അതാണ് അതിൻ്റെ ബാക്കിയുള്ള ഇതിനകത്ത് പറയാത്ത ഡീറ്റെയിൽസ്. അപ്പം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റ് ജോലികൾ ലഭിക്കാൻ ചാൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾ ദയവായി ഡിലീഷൻ തരണം. അതിൻ്റെ സമയം തീരാറായി ഏകദേശം. ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റുകളുടെയൊക്കെ CPOയുടെയൊക്കെ ഏകദേശം തീരാറായി. അപ്പം എത്രയും പെട്ടെന്ന് ഡിലീഷൻ കൊടുത്ത് നമ്മുടെ താഴെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന അപ്പോൾ പിന്നോട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ജോലി കിട്ടുവാനായി നമ്മൾ ഡിലീഷൻ കൊടുത്ത് സഹായിക്കണമെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാണ്.